കാക്കനാട് ഓൺലൈൻ ടാക്സിയുടെ മറവിൽ MDMA വിൽപ്പന നടത്തിയ ആൾ പിടിയിൽ. കണ്ണൂർ ഇരിട്ടി സ്വദേശി അനൂപ് എക്കെയാണ് 6 ഗ്രാം MDMAയുമായി പിടിയിലായത്. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി. അമൽ, ഇയാൾ ഏത് തരത്തിലാണ് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്നത്? കുറെ കാലമായി ഇയാൾ ഈ പരിപാടി നടത്തുകയായിരുന്നോ? വർഷമായിട്ട് കൊച്ചിയിൽ ഓൺലൈൻ ടാക്സി ഓടിക്കുന്ന ആളായിരുന്നു കണ്ണൂർ ഇരിട്ടി സ്വദേശിയായിട്ടുള്ള അനൂപ് എ.കെ. ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് ഇന്നലെ കാക്കനാട് പൈപ്പ് ലൈനിന്റെ ഭാഗത്തു നിന്ന് 6 ഗ്രാം MDMA എക്സൈസിന്റെ പ്രത്യേക സംഘം പിടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. നമുക്കറിയാം, ഇന്നലെ വിഷു തലേന്നാണ്. വിഷുവിന്റെ തിരക്കുകളും എല്ലാമായിട്ട് ആളുകളുടെ വലിയ പ്രളയം തന്നെ നഗരത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്, ആഘോഷ രാവാണ്. അപ്പോൾ അങ്ങനെ ഒരു സമയത്താണ് MDMA നഗരത്തിന്റെ പല ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള രാസലഹരികൾ കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാക്കനാട് നിന്നും ഇതാണ് കണ്ടെടുത്തിരുന്നത്. ഏതാണ്ട് 5 വർഷമായിട്ട് ഓൺലൈൻ ടാക്സി ഓടിക്കുകയായിരുന്ന ഇയാൾ ഈ ടാക്സി ഓടിക്കുന്നതിന്റെ മറവിൽ നിന്ന് ബാംഗ്ലൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് MDMA അടക്കമുള്ള മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തിക്കുകയും ഇവിടെ വിപണനം ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്നത്. ഇതിന്റെ ഭാഗമായി ഇയാൾക്ക് സ്ഥിരമായിട്ടുള്ള ചില കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചും ഇയാൾ രാസലഹരി MDMA അടക്കമുള്ള രാസലഹരികൾ വിൽപ്പന നടത്തിയിരുന്നു എന്നും എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇയാൾ ഇവിടേക്ക് കൊണ്ടുവന്ന ലഹരിയുടെ ഒരു ചെറിയ തോത് മാത്രമാണ് ഇന്നലെ കണ്ടെടുക്കുവാൻ എക്സൈസിന് സാധിച്ചത്. ബാക്കി ഇതിന് മുൻപത്തെ ദിവസങ്ങളിലും ആഴ്ചകളിലുമായിട്ട് ഇയാൾ വിപണനം ചെയ്ത് കഴിഞ്ഞിരുന്നു എന്നാണ് എക്സൈസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനുജ, അമൽ, ഇതിൽ ഇയാൾക്ക് എവിടെ നിന്നാണ് ഈ ലഹരി എത്തുന്നത് എന്നതിലേക്ക് തീർച്ചയായും എക്സൈസും പോലീസും കടക്കുമല്ലോ, അല്ലേ? തീർച്ചയായും അനുജ, എക്സൈസിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് ബാംഗ്ലൂരുവിൽ നിന്ന് ഇയാൾ നേരിട്ട് ഈ MDMA എടുക്കുകയും അത് ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്യുകയായിരുന്നു എന്നാണ് എക്സൈസിന് ഇപ്പോൾ പ്രാഥമികമായി ഇയാളിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പ്രധാന വിവരം എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾ നേരിട്ട് കൊണ്ടുവരുന്ന MDMA ഇവിടെ വിപണനം ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇതിന്റെ കസ്റ്റമേഴ്സ് ആരാണ് എന്നതിനെ കുറിച്ചെല്ലാമുള്ള ഡീറ്റെയിൽസ് ഇയാളുടെ ഫോണിൽ കാണുവാൻ സാധിക്കും. ഇതിനനുസരിച്ച് ഈ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന ഇടത്ത് കൊണ്ടുപോയി ഈ ലഹരി കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു ഇയാൾക്കുണ്ടായിരുന്നത്. ഏതായാലും ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ഇയാളുടെ അനൂപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുവാനും തുടർ നടപടികൾ വേഗത്തിലാക്കുവാനുമാണ് ഇപ്പോൾ എറണാകുളം എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ ഭാഗമുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു തീരുമാനമായിട്ടുള്ളത്. അല്ലെങ്കിൽ അതിന്റെ നടപടികളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അനുജ, എറണാകുളം കാക്കനാട്ടാണ് ഓൺലൈൻ ടാക്സിയുടെ മറവിൽ MDMA വിൽപ്പന നടത്തിയ കണ്ണൂർ ഇരിട്ടി സ്വദേശി അനൂപ് പിടിയിലായത്. 6 ഗ്രാം MDMAയുമായി ഇന്നലെയാണ് ഇയാൾ പിടിയിലായത്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇനി കോടതിയിൽ ഹാജരാക്കുക ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ്. കോളേജ് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഇയാൾ ലഹരി നൽകിയിരുന്നു എന്നുള്ള വിവരമുണ്ട്. ബംഗളൂരുവിൽ നിന്നാണ് ലഹരി എത്തിച്ചിരുന്നത് എന്ന വിവരമുണ്ട്. അമൽ സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.